നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 6 ഏതായിരുന്നു? സദൃശ ത്രികോണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ വശങ്ങളും കോണുകളും പഠിച്ചു കഴിഞ്ഞു, കോണുകളും വശങ്ങളും പറ്റി പഠിച്ചു കഴിഞ്ഞു അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോൾ സദൃശ്യമാണ് നമ്മൾ കണ്ടെത്തി. അപ്പൊ രണ്ട് രീതിയിൽ നമ്മൾ സദൃശ്യമാണെന്ന് നമ്മൾ പഠിച്ചു. ഒന്ന്, വശങ്ങളെല്ലാം ഉണ്ട്, അതിന് തോതുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും എന്താണ്? സദൃശ്യം എന്ന് പറഞ്ഞു. പിന്നെ കോണുകളും അതേപോലെ ആണെങ്കിൽ അവരെല്ലാം തുല്യമാണെങ്കിൽ, വശങ്ങൾ ഒരേ തോതിലാണെങ്കിൽ നമുക്കതും എന്ത് പറയാം? സദൃശ്യമാണെന്ന് പറയാം. ഇനി നമ്മൾ മൂന്നാമത്തെ വഴി പറയാൻ പോവുക. അപ്പൊ മൂന്നാം വഴി, അപ്പൊ താഴെ ഹെഡിങ് എഴുതി വെക്കുക, മൂന്നാമത്തെ വഴി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ത്രികോണങ്ങളുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? സദൃശ്യമാണ് നമുക്ക് നോക്കുക അല്ലെ. കോണുകളെല്ലാം എന്താണ്? തുല്യാണ്. ഇവിടെ 80 ഉണ്ടെങ്കിൽ ഇവിടെ 80 ഉണ്ട്, 40 ഉണ്ടെങ്കിൽ ഇവിടെ 40 ഉണ്ട്, 60 ഉണ്ടെങ്കിൽ ഇവിടെ 60 ഉണ്ട്. പിന്നെ 40-നെതിരെ വരുന്ന 2ആണ്, 40-നെതിരെ വരുന്ന ഇവിടെ 6. ഇനി 80-നെതിരെ വരുന്ന 8ആണ്, 80-നെതിരെ വരുന്നത് 24ആണ്. പിന്നെ 60-നെതിരെ വരുന്നത് 4ആണ്. ഇവിടെ എത്രയാണ്? 12ആണ്. അപ്പൊ എത്ര മടങ്ങാണ് വരുന്നത്? 3 മടങ്ങായിട്ടാണ് വരുന്നത്. അപ്പൊ അത് നമ്മൾ തോത് എന്ന് പറഞ്ഞു. ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? സദൃശ്യമാണ്. അത് നമ്മൾ ആദ്യം പഠിച്ചു. പിന്നെ രണ്ടാമത്തെ വശങ്ങളൊക്കെ നമ്മൾ കൈ കിട്ടി അല്ലെ. 4, 2, 8. ഇവിടെ 12, 6, 24. അപ്പൊ വശങ്ങളും ഒരേ തോതിലാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ മെത്തേഡാണ് പറയാൻ പോകുന്നത്. അതിനു മുന്നിവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ഇവിടെ 4 സെന്റിമീറ്ററും ഇവിടെ 6 സെന്റിമീറ്റർ. അതിനിടയിൽ വരുന്ന കോണ് 30 ഡിഗ്രിയാണ്. അപ്പൊ കോണുകൾ മാറി ഇതിന്റെ വശങ്ങളെല്ലാം 3/4 ഭാഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, ഇങ്ങനെ ഒരു ത്രികോണം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജം തന്നു കഴിഞ്ഞാൽ അതിന്റെ 1/4 അല്ലെങ്കിൽ 1/2 മടങ്ങാക്കി പുതിയ ഒരു ത്രികോണമോ ഒരു ചതുർഭുജമോ വരക്കുന്ന രീതി നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എത്രയാണ് ആക്കാൻ പറഞ്ഞത് അല്ലെ? 3/4 അപ്പൊ 4 എന്ന വശത്തെ 3/4 മാറ്റി. അപ്പൊ 4 × 3 12. 12/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പൊ 4 സെന്റിമീറ്റർ എന്തായി മാറണം? 3 ആണ്. ഇനി 6-നെ 3/1/4 എത്രയായി? 18/4. ഇനി എന്ത് ചെയ്യാ? 18-നെ ആര് കൊണ്ട് ഹരിക്കുക? 4 കൊണ്ട്. എത്ര പോകും നോക്കാം അല്ലെ. 6 4 24 ആണ് അല്ലെ. പിന്നെ 4 × 4 എത്രയാണ്? 16 ആണ്. അപ്പൊ 4 × 4 16. എത്ര? 2 0. അപ്പൊ 0.5 അല്ലെ. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 4.5 ആണ് വരുന്നത്. ഇതേപോലെ അപ്പൊ കോണളവിന് മാറ്റൊന്നുമില്ല. അതേപോലെ ഞാൻ ചെയ്തു, 4-ൻ്റെ എന്താക്കി? 3 ആക്കി. 6-ൻ്റെ എന്താക്കി? 4.5 ത്രികോണം വരച്ചു. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണെന്ന് നോക്കാൻ പോവാണ്. നമ്മൾ ആദ്യം പഠിച്ചത് എന്തായിരുന്നു അല്ലെ? എല്ലാ കോണുകളും അറിഞ്ഞിരിക്കണം. ഇവിടെ എല്ലാ കോണുകളും അറിയോ? ഇല്ല, ആകെ ഒരു കോണിനെ പറ്റി അറിയുള്ളൂ. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞത്? തോതിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇവിടെ പറയാൻ പറ്റി, ഇവിടെയും അറിയാൻ പറ്റി, ഇവിടെ അറിയാൻ പറ്റി, ഇവിടെ അറിയാൻ പറ്റി. പക്ഷെ ഈ വശത്തെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഓക്കെ. അപ്പൊ എന്തുവല്ല, ഒന്നാമത്തെ നമ്മള് അല്ലെ സദൃശ്യമാണെന്ന് പറഞ്ഞ രീതി പറയാൻ പറ്റിയില്ല. അവിടെ എല്ലാ കോണുകളും കിട്ടിയിരിക്കണം. രണ്ടാമത്തെ എന്താണ്? എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണം. ഇവിടെ എല്ലാ വശങ്ങളും എന്തില്ല? അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഈ ത്രികോണത്തിന്റെ അകത്തോട്ട് കൊണ്ടുവച്ച് 30 ഡിഗ്രിയില് അവിടെ കൊണ്ടുവച്ചു. അപ്പൊ ഇങ്ങനെ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റി അല്ലെ? ഇവിടെ 3 ഉള്ളത് 4 ആയിട്ടുണ്ട്, 4.5 6 ആയിട്ടുണ്ട് മൊത്തം നീളമായിട്ട്. അപ്പൊ ഇത് എന്താണ്? ഈ അംശബന്ധങ്ങൾ ശരിയായിട്ടുണ്ട്. ഇവിടെ അംശബന്ധം എന്താണ്? 3:4 എന്ന അംശബന്ധമാണ് അല്ലെ വരിക. ഈ ചെറിയ ത്രികോണവും വലിയ ത്രികോണവും തമ്മിൽ അംശബന്ധം 3:4 ആണ്. ഇതേ അംശബന്ധമാണോ ഈ വശങ്ങൾ എന്ന് നോക്കുക. എത്രയാണ്? 4.5 അംശബന്ധം 6. 4.5 നമുക്ക് അംശബന്ധങ്ങളൊന്നും ഭിന്നസംഖ്യ പോയിന്റ് ദശാംശ രൂപത്തിലൊന്നും എഴുതാറില്ല. അപ്പൊ 4.5 നമുക്ക് എങ്ങനെ എഴുതാം? 9/2 ആണ് അംശബന്ധം 6 സമം അല്ലെ. അപ്പൊ ഭിന്നസംഖ്യ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ? ഈ 2-നെ ഇങ്ങോട്ട് ഗുണിക്കുക. അപ്പൊ എന്താവും? 12 ആയി. അപ്പൊ 9:12. അപ്പൊ 9-നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3 × 3 ആക്കി എഴുതാം.
12നെ എങ്ങനെ മാറ്റി എഴുതാം? 4/3. അപ്പൊ എത്ര കിട്ടി? 3:4 എന്ന അംശബന്ധം തന്നെ വന്നത്. അപ്പൊ എന്താ കിട്ടിയത്? ഈ അല്ലെ ചെറിയ ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധവും ഇവിടെ ഉണ്ടാവുന്ന അംശബന്ധങ്ങളും അല്ലെ ഇത് ഇവിടെ 3ഉം വലിയ ത്രികോണത്തിൽ 4 തമ്മിലുള്ള അംശബന്ധവും ചെറിയ ത്രികോണത്തിന്റെ ഈ സൈഡിലെ അംശബന്ധങ്ങളും എന്താണ്? വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം തുല്യാണ്. അപ്പൊ അംശബന്ധങ്ങൾ തുല്യായി കഴിഞ്ഞാൽ നമുക്കിത് എന്ത് പറയാൻ പറ്റും? അല്ലെ സദൃശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ പുതിയ റിസൾട്ടും കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? വശങ്ങളെല്ലാം എന്താണ് അല്ലെ എന്താണ് ഭാഗിക്കുന്നതൊക്കെ ഒരേ അംശബന്ധത്തിലാണ്. അപ്പൊ ഇവിടെ 3, 4 അപ്പൊ എത്ര ഇവിടെ ബാക്കിയുണ്ട്? 1 സെന്റിമീറ്റർ ബാക്കിയുണ്ട്. ഇവിടെ 6 ആണ്, ഇവിടെ 4.5. അപ്പൊ ഇവിടെ നമ്മൾ ഇത് എത്ര ആയിരിക്കും വരിക? അല്ലെ 1.5 എന്ന രീതിയിലാവും. ഇവിടെ 1, ഇവിടെ എത്രയായി? 1.5 എന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? അല്ലെ അംശബന്ധങ്ങൾ വന്നു അല്ലെ ഒരേ അംശബന്ധത്തിലാണ് ഇവര് ഭാഗിക്കണമെന്ന് മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഈ വരയും ഈ വരയും എന്തായി മാറി? സമാന്തര വരയായി മാറി. അങ്ങനെ ആയതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും എന്തായി? സദൃശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റി. അപ്പൊ ഇവിടെ എന്താ കിട്ടിയത് നമുക്ക്? അല്ലെ ഒരു ത്രികോണം ഉണ്ട്, ആ ത്രികോണത്തിന്റെ ചേരുന്ന കോണും അറിയാം അല്ലെ, വശങ്ങൾ അറിയാം. വേറൊരു ത്രികോണം ഉണ്ട്, അത് എന്ത് ചെയ്യണം? ഇതേപോലെ ചേരുന്ന കോൺ അറിയാമെങ്കിൽ ഇവരെ ഒരേ അംശബന്ധത്തിലാണ് ഭാഗിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേറെ പല തോത് എന്ന രീതിയിൽ പറയാം, ഒരേ തോതിലാണെങ്കിൽ ഇവ തമ്മിൽ എന്തായിരിക്കും? ഈ രണ്ട് ത്രികോണങ്ങളും എന്തായിരിക്കും? സദൃശ്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റി. അപ്പൊ മൂന്നാമത്തെ റിസൾട്ട് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്കിത് എങ്ങനെ റിസൾട്ട് ആക്കി എഴുതാം? അല്ലെ രണ്ട് വശങ്ങളുടെ മാറ്റം ഒരേ തോതിലും അവ ചേർന്ന് വരുന്ന ഓരോ കോണുമായ ത്രികോണങ്ങളിൽ മൂന്നാം വശത്തിന്റെ മാറ്റം അതേ തോതിലായിരിക്കും. അപ്പൊ ഇത് 3:4 എന്ന അംശബന്ധത്തിലാണ്, ഇതും എന്താണ് 3:4 എന്ന അംശബന്ധത്തിലാണ്. അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കും? 3:4 എന്ന അംശബന്ധത്തിലായിരിക്കും വരിക. അപ്പൊ ഭാഗിക്കുന്നു അംശബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോത് പറഞ്ഞാൽ ഗുണിച്ചു എന്നുള്ളൂ. ഇവിടെ എത്ര കൊണ്ട് ഗുണിച്ചു? നമ്മള് 3 അല്ലെ 4 കൊണ്ട് വെട്ടിക്കളഞ്ഞു അല്ലെ, 3 വെട്ടിയപ്പോ എത്ര കിട്ടി? അല്ലെ അപ്പൊ 3 മടങ്ങായിട്ടാണ് ഓരോന്നും വരുന്നത്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും എന്തായി മാറി? സദൃശ്യമായി വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ട് ആയി പറയാം. എന്താണ് റിസൾട്ട് ആക്കി പറയുന്നത്? അല്ലെ നമ്മൾ ഇതുവരെ പഠിച്ച 3 റിസൾട്ടുകൾ ഒന്ന് പറയാണ്. രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാകാൻ ചുവടെ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായാൽ മതി. ഒന്നാണ് ഒരേ കോണുകളാകുക, പിന്നെന്താണ് വശങ്ങളെല്ലാം മാറ്റം ഒരേ തോതിലാക്കുക. മൂന്നാമത് നമ്മൾ പറഞ്ഞത് രണ്ട് വശങ്ങളും മാറ്റം ഒരേ തോതിൽ അവ ചേരുന്ന കോണും ചേരുകയും ചെയ്യുക. ഇതല്ലേ നമ്മൾ പറഞ്ഞത്? അപ്പോ ആദ്യം പറഞ്ഞത് എല്ലാ രണ്ട് ത്രികോണങ്ങളിലും കോണുകളെല്ലാം എന്തായിരിക്കണം? തുല്യമാകണം എന്നാ പറഞ്ഞത്. അതാണ് നമ്മൾ ഇത്. രണ്ടാമത്തെ എന്താണ്? വശങ്ങളെല്ലാം ഒരേ തോതിലായിരിക്കണം. മൂന്നാമത്തെ എന്താണ്? അവ രണ്ട് വശങ്ങളും അവ ചേരുന്ന കോണുകളും തുല്യമാണെങ്കിൽ, ഒരേ തോതിലാണെങ്കിൽ അവരെന്ത് പറയാം? നമുക്ക് സദൃശ്യമാണെന്ന് പറയാൻ പറ്റി. അതാണ് നമ്മൾ 3 റിസൾട്ടുകളായി പറഞ്ഞത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എന്താണ്? ചിത്രത്തിലെ രണ്ട് വൃത്തങ്ങൾക്കും ഒരേ കേന്ദ്രമാണ്. വലിയ വൃത്തത്തിന്റെ രണ്ട് ആരങ്ങളുടെ അറ്റങ്ങൾ യോജിപ്പിച്ച് വരച്ചിരിക്കുന്നു. ഈ ആരങ്ങൾ ചെറിയ വൃത്തത്തിലെ മുറിക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, എക്സാമിന് കുറെ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇങ്ങനെയുണ്ടാവുന്ന ത്രികോണങ്ങൾ സദൃശ്യമാണ് തെളിയിക്കാനാണ്. ഏത് ഇവിടെ ഉണ്ടാവുന്ന ഈ ത്രികോണങ്ങൾ എന്താണ്? സദൃശ്യമാണ് തെളിയിക്കാനാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ചെറിയ ത്രികോണം ഉണ്ട്, ഇവിടെ ഒരു വലിയ ത്രികോണം ഉണ്ട്. ഞാൻ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വരച്ചു. ഇതിനെ ഞാൻ പേര് കൊടുത്തു, O എന്ന് കേന്ദ്രമായതുകൊണ്ട് O കൊടുത്തു. OA എന്നുണ്ട്, OB ഉണ്ട്, അതേപോലെ OP, അതേപോലെ OQ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ വരുന്നതാണ്. AOB എന്ന ത്രികോണവും POQ എന്ന ത്രികോണം. ഇല്ല, ഇവിടുന്ന് ഇങ്ങനെ വലിയൊരു ത്രികോണം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ചെറിയ ത്രികോണം AOB എന്നൊരു ചെറിയ ത്രികോണം ഉണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണെന്ന് തെളിയിക്കാൻ നമ്മൾ പറഞ്ഞു. അപ്പൊ രണ്ട് ത്രികോണങ്ങൾ ചെയ്തു പരിഗണിച്ചു. ഇനി നമുക്കറിയാം OAയും OBയും പറ്റി നമുക്കറിയാം അല്ലെ, വൃത്തത്തിന്റെ ആരങ്ങളല്ലേ. അപ്പൊ അത് ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ് OAയും OBയും. അപ്പൊ എന്ത് എഴുതാം? OA സമം OB ഒരേ വൃത്തത്തിലെ ആരങ്ങൾ. അതേപോലെ നമുക്ക് എഴുതിക്കൂടെ OPയും
OQ വലിയ വൃത്തത്തിന്റെ ആരങ്ങളല്ലേ? അല്ലെ? വൃത്തകേന്ദ്രം ഒന്ന് തന്നെയെന്ന് പറഞ്ഞു. അത് ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്താണത്? ആരം. അപ്പൊ OP യും OQ യും എന്താണ്? ഒരേ വൃത്തത്തിലെ ആരങ്ങളാണ്. പിന്നെ രണ്ട് ത്രികോണത്തിന്റെ എന്താണ്? O എന്ന് പറയുന്നത് പൊതുകോണാണ്. അപ്പൊ കോൺ O എന്ന് പറഞ്ഞാൽ പൊതുകോണാണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഈ രണ്ട് വശങ്ങളെ പറ്റി നമുക്കറിയാം. അവ ചേരുന്ന കോണ് നമുക്കറിയാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്? സദൃശ്യമാണെന്ന് പറഞ്ഞൂടെ? അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ എന്താണ്? സദൃശ്യമാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യം ഒന്ന് എക്സ്ട്രാ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. കാരണം പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ OP നിന്ന് OA കുറച്ചെന്ന് വിചാരിക്കുക. OP കുറക്കണം OA. അത് ആരുമായിട്ട് തുല്യാവും? OQ നിന്ന് OB കുറച്ചാൽ മതി. അല്ലെ? അപ്പൊ ഞാൻ എഴുതി OP കുറക്കണം OA സമം ആരുമായിട്ട് ഈക്വൽ ആണ്? OQ യും കുറക്കണം OB യുമായിട്ട്. അല്ലെ? ഈ മൊത്തം നീളത്തിൽ നിന്ന് ഈ ചെറിയ നീളം കുറക്കുക എന്ന് പറഞ്ഞാൽ ആരാ കിട്ടുക നമുക്ക്? AP എന്നല്ല നീളല്ലേ കിട്ടുക. അതേപോലെ OQ നിന്ന് OB കുറക്കാൻ പറഞ്ഞാൽ ഏത് നീളം കിട്ടുക? PQ ആണ്. അല്ലെ? BQ എന്ന നീളമാണ് കിട്ടുക. അപ്പൊ ഇത്രയും പറഞ്ഞാൽ മതി. OA യും OB യും തമ്മിൽ എന്താണ്? തുല്യാണ്. അതേപോലെ OP യും OQ യും തമ്മിൽ തുല്യാണ്. കാരണം എന്താ? ഒരേ വൃത്തത്തിലെ ആരങ്ങളായതുകൊണ്ട്. പിന്നെ കോൺ A എന്ന് പറഞ്ഞാൽ പൊതുകോണാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും എന്തായി മാറി? സദൃശ്യങ്ങളാണെന്ന് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കാതെ പോകരുത് എക്സാമിന്. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 117 to 118. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു മട്ട ത്രികോണങ്ങളുടെ ലംബവശങ്ങളുടെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ അവിടെ കർണത്തിലെ മാറ്റവും അതേ തോതിലാണ് തെളിയിക്കുക. അപ്പൊ കയ്യിലിരുന്നുണ്ട് രണ്ട് മട്ട ത്രികോണങ്ങളുണ്ട്. ഞാൻ ഒരു മട്ട ത്രികോണം വരച്ചു. ഇതേപോലെ വേറൊരു മട്ട ത്രികോണങ്ങളുണ്ട്. അല്ലെ? ഈ മട്ട ത്രികോണത്തിന്റെ കർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അല്ലെ? കർണത്തിന്റെ മാറ്റമാണ് നമ്മൾ അറിഞ്ഞിരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ വശം നമുക്ക് പറ്റി അറിയില്ല. ഈ ത്രികോണത്തിന്റെ ഈ ഇതാണ് നമ്മളെ കർണം, അറിയില്ല. അതിന് ലംബവശങ്ങളുടെ മാറ്റങ്ങൾ. ലംബവശം എന്ന് പറയുമ്പോൾ ഇതൊരു ലംബവശമാണ്, ഇതൊരു ലംബവശമാണ്. ഈ മട്ടത്രികോണത്തിന്റെ ലംബവശം എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ലംബവശം, പിന്നെ ഇതും ഒരു ലംബവശം. ഇവ മാറ്റങ്ങൾ കർണത്തിന്റെ അതേ തോതിലാണെന്ന് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഈ മട്ടത്രികോണത്തിന് ഞാൻ പേര് കൊടുത്തു ABC. ഈ മട്ടത്രികോണത്തിന് ഞാൻ പേര് കൊടുത്തു PQR. ഈ BCക്ക് എന്ന് കൊടുക്കാണ് ഒരു A സെന്റിമീറ്റർ കൊടുത്തു. ABക്ക് എന്ത് കൊടുത്തു? B സെന്റിമീറ്റർ. അപ്പൊ എന്താണ്? ലംബവശങ്ങൾക്ക് ഞാനൊരു അളവ് കൊടുത്തു. ഇതേപോലെ PQ യും QR ഉം ഉണ്ട്. അല്ലെ? നമുക്കറിയാം ഇതിന്റെ തോത് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെ? ലംബവശങ്ങൾക്ക് മാറ്റം ഒരേ തോതിലാണെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ തോത് എത്ര നമുക്ക് അറിയാത്തത് കൊണ്ട് ഒരു K എന്നിട്ട് കൊടുക്കുകയാണ്. അപ്പൊ QR കൂടി ആര് കൊടുക്കും? അല്ലെ? ഒരു KA എന്ന് കൊടുക്കുക. അപ്പൊ K എന്ന് പറഞ്ഞാൽ തോതാണ്. എത്രയോ ആയിക്കോട്ടെ. അപ്പൊ 1 ആകാം, 2 ആകാം, 3 ആകാം, 4 ആകാം, 5 ആകാം, അല്ലെ? 10 ആകാം, ചിലപ്പോൾ 100 ആകാം. അത് എത്രയും നമുക്ക് അറിയാത്തത് കൊണ്ട് അവിടെ എന്ത് ഇട്ട് കൊടുത്തു? K എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ PQന്റെ തോത് എന്ന് പറയുമ്പോൾ എത്ര? ഇവിടെ K നമുക്ക് തോതാക്കി കൊടുത്തത്. അപ്പൊ K into B എന്നായി മാറും. ഇതാണ് നമ്മൾ വന്നത്. അപ്പൊ ഇതിന്റെ എത്രയോ തോതാണ് ഇവിടെ വന്നത്. അത് ഞാൻ എത്രയോന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? K എന്നൊരു കൊടുത്തു. അതേപോലെ A എന്ന സെന്റിമീറ്റർ ആണ് BCക്ക്. അതിന് എത്രയോ ഒരു തോത് വന്നിട്ടുണ്ട്. അതിനൊരു പേര് കൊടുത്തു, K എന്ന് പേര് കൊടുത്തു. ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിന്റെ AC എന്ന നീളം കണ്ടെത്താം. അതേപോലെ PR ഉം കണ്ടെത്തുക. അപ്പൊ ഈ ACക്ക് അതേ തോത് തന്നെയാണോ കിട്ടുന്നത് നോക്കണം. ആരുമാണ്? ഒരു K കൊണ്ട് ഗുണിച്ചിട്ട് കിട്ടിയാൽ മതി. അപ്പൊ ഈ മട്ടത്രികോണം ഞങ്ങൾക്ക് മാറ്റി വരച്ചു. ഇവിടെ ത്രികോണം ഏതാണ്? ത്രികോണം ABC ആണ്. നമുക്ക് AC എന്ന് പറഞ്ഞാൽ എന്താണ്? കർണമാണ്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം അറിയാൻ പറ്റും. എന്താണ് പൈതഗോറസ് തിയറം? കർണം സ്ക്വയർ. ഇവിടെ കർണം എന്ന് പറഞ്ഞാൽ AC ആണ്, സ്ക്വയർ. പാദം സ്ക്വയർ. ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ BC ആണ്. ലംബം എന്ന് പറയുമ്പോൾ ആരാണ്? AB സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പൊ AC സ്ക്വയർ സമം BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ആണ്. അപ്പൊ ഈ AC സ്ക്വയറിന് അതേപോലെ എഴുതി.
പാദം എന്ന് പറഞ്ഞാൽ ബി സി ആണ്. ആ ബി സിന്റെ അളവ് എത്രയാണ്? എ ആണ്. അപ്പൊ എ സ്ക്വയർ. എ ബി എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പൊ ബി സ്ക്വയർ. നമുക്ക് എ സി മാത്രം കിട്ടിയാൽ മതി. അപ്പൊ എ സി സമം റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ എ സിയുടെ നീളം എത്ര കിട്ടി? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ രണ്ടാമത്തെ മട്ടത്രികോണം ആരാണ്? പി ക്യു ആർ. അപ്പൊ എന്ത് പറയാം നമുക്ക്? അല്ലെ, ത്രികോണം പി ക്യു ആർ. ഇവിടെ കർണമാരാ? പി ആർ. പാദമാരാ? ക്യു ആർ. ലംബമാരാ? പി ക്യു. അപ്പൊ പൈതഗോറസ് തിയറം ഉപയോഗിക്കുമ്പോ എന്ത് വരും? അല്ലെ, കർണം സ്ക്വയർ പി ആർ സ്ക്വയർ സമം പാദം സ്ക്വയർ ക്യു ആർ സ്ക്വയർ ലംബം സ്ക്വയർ പി ക്യു സ്ക്വയർ. അപ്പൊ ക്യു ആർ എന്ന് പറഞ്ഞാൽ ആരാണ്? കെ എ ആണ്. അതിന്റെ ഹോൾ സ്ക്വയർ. അപ്പൊ രണ്ടിനും ബാധകമാണ്. കെക്കും എക്കും എന്താണ്? ആ സ്ക്വയർ ബാധകമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടത്. കൂട്ടം. പി ക്യു എന്ന് പറഞ്ഞാൽ ആരാ? കെ ബി ആണ്. അപ്പൊ കെക്കും ബിക്കും എന്താണ്? ബാധകമാണ്. ഇനി രണ്ടിനും എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. അപ്പൊ കെ സ്ക്വയർ എ സ്ക്വയർ കൂട്ടണം. കെ സ്ക്വയർ ബി സ്ക്വയർ. രണ്ടിനും ബാധകമായതുകൊണ്ട് കെ സ്ക്വയർ ബി സ്ക്വയർ ആണ്. ഇവിടെ കെ സ്ക്വയർ പൊതുവായിട്ടുണ്ട്, അതിനെ പുറത്തേക്ക് കൊടുക്കും. അപ്പൊ ബാക്കി ആരുള്ളൂ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ കെ സ്ക്വയർ കൂട്ടണം കെ സ്ക്വയർ ബി ആയി. അപ്പൊ കെ സ്ക്വയർ എ സ്ക്വയർ കൂട്ടണം കെ സ്ക്വയർ ബി സ്ക്വയർ ആയി. രണ്ട് സൈഡിലും കെ ഉണ്ട്, പുറത്തേക്ക് എടുത്തു. ഇത് എന്ത് ഈക്വൽ ടു ആണ്? പി ആർ സ്ക്വയർ ഈക്വൽ ടു ആണ്. നമുക്ക് പി ആർ ആണ് വേണ്ടത്. പി ആർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമുക്കറിയാം കെ സ്ക്വയറിന് റൂട്ട് കൊടുത്താൽ കെ ആണ്. അപ്പൊ റൂട്ട് ഓഫ് ആരായി? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയി. അപ്പൊ തൊട്ട് മുമ്പ് കിട്ടിയത് നമുക്ക് എന്തായിരുന്നു? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. കെ ടൈംസ് അല്ലെ, കെ കൊണ്ട് തോതായി ഗുണിച്ചിട്ടുണ്ട്. നമ്മൾ തോതാക്കി എടുത്ത് ഇവിടെ കെ ആണ്. അപ്പൊ ഈ വശവും എന്ത് ഗുണിച്ചു? അല്ലെ, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനോട് കെ ഗുണിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞ റിസൾട്ട് ആയല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ കൊടുക്കാം? അല്ലെ, അതായത് കർണത്തിന്റെ മാറ്റം ഇതേ തോതിലാണ്. അപ്പൊ കർണം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് റൂട്ടിന്റെ അകത്ത്. അപ്പൊ ഓൾറെഡി കെ കൊണ്ട് ഗുണിച്ചു എന്നാണ്. ഇവിടെ കെ കൊണ്ട് ഗുണിച്ചു. അതെന്നല്ലേ ഇവിടെ കിട്ടിയിട്ടില്ലത് മക്കള്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതായത് കർണങ്ങളിലെ മാറ്റം അതേ തോതിലാണെന്ന് നമുക്ക് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? രണ്ട് മട്ട ത്രികോണങ്ങളുടെയും ഏതെങ്കിലും രണ്ട് വശങ്ങളിലെ മാറ്റം ഒരേ തോതിലാണെങ്കിൽ മൂന്നാമത്തെ വശങ്ങളിലെ മാറ്റവും അതേ തോതിലാണ് തെളിയിക്കാൻ. അപ്പൊ നേരത്തെ നമ്മൾ കർണമായിരുന്നു ചെയ്തത്. ഇവിടെ കർണമല്ല, കർണത്തിന് മാറ്റി വേറെ ഏതെങ്കിലും വശങ്ങൾ എടുക്കാനാ പറഞ്ഞത്. അപ്പൊ നേരത്തെ പോലെ രണ്ട് മട്ടത്രികോണം എടുത്തു അല്ലെ. ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു മാറ്റമുണ്ട്. ഇത് എന്ത്? ഇവിടെ കർണത്തിനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ കർണത്തിന് നമുക്ക് എന്ത് വില കൊടുക്കാം? അപ്പൊ മറ്റേ വശങ്ങൾ എന്നാ പറഞ്ഞത് അല്ലെ. രണ്ട് വശങ്ങൾ മാറ്റം ഒരേ തോതിലാണെങ്കിൽ അല്ലെ, മൂന്നാമത്തെ വശങ്ങളിലെ മാറ്റം അതേ തോതിലാണെന്ന് നോക്കാൻ. അപ്പൊ വശങ്ങളാന്ന് പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് ത്രികോണത്തിന്റെ പേര് കൊടുത്തു. എ ബി സിന് പേര് കൊടുത്തു, മറ്റൊരു പി ക്യു ആർ എന്ന് പേര് കൊടുത്തു. ഇവിടെ കർണത്തിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? എസ് കൊടുക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ലംബത്തിന് എന്ത് കൊടുക്കുകയാണ്? ബി കൊടുക്കുകയാണ്. അപ്പൊ ഒരേ തോതിലാണ് മാറ്റം വരുന്നത്. അപ്പൊ എ ഇവിടെ എന്താവും? കെ എ എന്നായി മാറും. ഇവിടെ പി ക്യു എന്തായി മാറും? കെ ബി എന്ന രീതിയിൽ വരും. ഈ നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ത്രികോണത്തിന്റെയും അല്ലെ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഒന്നിന്റെ ബി സി കണ്ടുപിടിക്കുക, ക്യു ആർ കണ്ടെത്തുക. അപ്പൊ അതേപോലെ കിട്ടുന്നുണ്ടോ നോക്കുക അല്ലെ. നമ്മൾ നേരത്തെ കെ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടിയിരുന്നു. അതേപോലെ ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ചിലപ്പോ വേറെ എന്തോ ആകാം. ഒരു കെ കൊണ്ട് ഗുണിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിനുവേണ്ടി ഒന്നാമത്തെ മട്ട ത്രികോണമായിട്ട് മാറ്റി വരച്ചു. അപ്പൊ ത്രികോണം എ ബി സി. ഇവിടെ ആരാണ് കർണം? അല്ലെ, എ സി ആണ്. അപ്പൊ എ സി സ്ക്വയർ സമം പാദം എന്ന് പറഞ്ഞാൽ ബി സി സ്ക്വയർ ആണ്. ലംബം എന്ന് പറയുമ്പോ എ ബി സ്ക്വയർ. ഇനി നമുക്കറിയാം ഇവിടെ ആരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ബി സിനെ പറ്റി അറിയില്ല. അപ്പൊ ബി സി സ്ക്വയറിനെ അവിടെ നിർത്തി. അപ്പൊ എ സി സ്ക്വയറിന്റെ അടുത്തേക്ക് ആര് കൊണ്ടുവന്നു? എ ബി സ്ക്വയർ കൊണ്ട്. അപ്പൊ മൈനസ് എ ബി സ്ക്വയർ അല്ലെ. അപ്പൊ എ സി എന്ന് പറഞ്ഞാൽ എ അപ്പൊ എ സ്ക്വയർ, എ ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ. അപ്പൊ ബി സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ്
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ ആര് വന്നത് അല്ലെ, നമ്മളെ ബി സിയുടെ നീളമായിട്ട് നമുക്ക് കിട്ടിയത്. അപ്പൊ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് കിട്ടുമ്പോ എന്ത് കിട്ടണം, ഈ ക്യു ആർ നീളം കെ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടണം. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്താ അല്ലെ, ത്രികോണം പി ക്യു ആറില് പൈതഗോറസ് തിയറം ഉപയോഗിക്കുക. അപ്പൊ പൈതഗോറസ് തിയറം എന്ന് പറയുമ്പോൾ ഇവിടെ കർണം നമുക്കറിയാം വീണ്ടും പി ആർ ആണ്, സമം പാദം എന്ന് പറഞ്ഞാൽ ക്യു ആർ ആണ്, കൂട്ടണം ലംബം എന്ന് പറഞ്ഞാൽ പി ക്യു സ്ക്വയർ ആണ്. അപ്പൊ ക്യു ആർ സമം എന്ത് വരും അല്ലെ, പി ആർ കുറക്കണം പിന്നെ ആരാണ് പി ക്യു ആണ്. ഇവിടെ പി ആറുടെ നീളം എത്രയാണ്, കെ എ ഹോൾ സ്ക്വയർ ആണ്, കുറക്കണം. പി ക്യു എന്ന് പറഞ്ഞാൽ കെ ബി സ്ക്വയർ. നമുക്കറിയാം രണ്ടിനും ബാധകമാണ്. അപ്പൊ കെ സ്ക്വയർ എ സ്ക്വയർ കുറക്കണം. ഇവിടെ കുറക്കുമ്പോ എന്താവും, കെ സ്ക്വയർ ബി സ്ക്വയർ. രണ്ടിലും കെ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്താവും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്, ക്യു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ കുറക്കണം അല്ലെ, കെ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ക്യു ആർ എന്ന് പറഞ്ഞാൽ എന്തായി, റൂട്ട് ഓഫ് കെ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ കെന്റെ റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ കെ പുറത്തേക്ക് വന്നു, ബാക്കി എന്താവും എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമുക്കറിയാം നേരത്തെ കിട്ടിയത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, അതുകൊണ്ട് കെ എന്ന തോത് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടി. അപ്പൊ എന്ത് പറയാൻ പറ്റി നമുക്ക്, അതായത് അല്ലെ മൂന്നാം വശത്തിന്റെ മാറ്റവും ഒരേ തോതിലാണെന്ന് നമുക്ക് പറയാൻ പറ്റി. അപ്പൊ ഫസ്റ്റ് നമ്മള് കർണത്തിനായി നോക്കിയിരുന്നത്, അപ്പോഴും ശരിയാകുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, കർണത്തിനല്ലാത്ത ഏത് വശത്താണെങ്കിലും അപ്പോഴും എന്താകുന്നുണ്ട്, ശരിയാകുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും അല്ലെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ത്രികോണം വരച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു കുത്തിടുക അല്ലെ. അപ്പൊ ത്രികോണം വരച്ചിട്ടുണ്ട്, ഇങ്ങനെ ത്രികോണം വരച്ചു, അതിനകത്തൊരു കുത്തിട്ട് ത്രികോണത്തിന്റെ മൂലകളിൽ നിന്ന് ഈ കുത്തിലേക്ക് യോജിപ്പിക്കുക. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ മൂലയിലേക്ക് യോജിപ്പിച്ചു, ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചു, ഈ കുത്തുനിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ചു. അപ്പൊ ഈ മൂലകൾ കുത്തി യോജിപ്പിച്ചിരിക്കുന്നു. ഈ വരകൾ ഓരോന്നും അവയുടെ പകുതി കൂടി പുറത്തോട്ട് നീട്ടി വരയ്ക്കും. ഈ നീളത്തിന്റെ പകുതി എന്ത് ചെയ്യുക, പുറത്തോട്ട് നീട്ടി വരയ്ക്കുക. ഈ നീളത്തിന്റെ പകുതി എടുത്തിട്ട് ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഈ നീളത്തിന്റെ പകുതി എടുത്തിട്ട് ഇങ്ങോട്ട് നീട്ടി വരച്ചു. എന്നിട്ട് എന്ത് വരഞ്ഞു, ഈ അറ്റങ്ങൾ യോജിപ്പിക്കുക, അഥവാ ഇവിടെ നിന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പൊ വീണ്ടും എന്താണ്, ഒരു ത്രികോണം കിട്ടി. ഇങ്ങനെ കിട്ടിയ വലിയ ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം ആദ്യ ത്രികോണത്തിന്റെ വശങ്ങൾ 1.5 മടങ്ങാണ് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വശം തമ്മിൽ എന്താണ്, 1.5 മടങ്ങാണെന്ന് പറയാം. ഇതിന്റെ 1.5 മടങ്ങാണ് ഈ വശം, ഇതിന്റെ 1.5 മടങ്ങാണ് ഈ വശം എന്നാണ് തെളിയിക്കാനാണ് പറഞ്ഞത്. എന്താണ്, ഒരു കുത്തിട്ടു, ഈ കുത്ത് ഇങ്ങോട്ട് നീട്ടി വരച്ചു അല്ലെ, ഈ കുത്ത് ഇങ്ങോട്ട് നീട്ടി വരച്ചു അല്ലെ, ഇവിടെ ഇങ്ങോട്ട് നീട്ടി വരച്ചു, ഈ നീളത്തിന്റെ പകുതി നീളം ഇങ്ങോട്ട് നീട്ടി വരച്ചു എന്നാണ്. അപ്പൊ ഈ മൊത്തം അല്ലെ, ഈ നീളത്തിന്റെ മൊത്തം നീളം എന്ന് പറഞ്ഞാൽ 1.5 മടങ്ങായിരിക്കും. കാരണം ഇവിടെ 1 സെന്റിമീറ്റർ എടുത്തു എന്ന് പറഞ്ഞാൽ ഇത് എത്ര കൂട്ടിയിരിക്കണേ, 0.5 ആണ് കൂട്ടിയിരിക്കണേ. കാരണം ഇതിന്റെ ഒന്നിന്റെ പകുതി അല്ലെ ഒന്ന് കൂട്ടിയില്ല. അപ്പൊ മൊത്തം നീളം ഇവിടെ മുതൽ ഇതിൽ നീളം എത്രയായി, 1 കൂട്ടണം 0.5 എന്ന് പറഞ്ഞാൽ എത്ര, 1.5. അപ്പൊ 1.5 മടങ്ങാണ് ഈ മൊത്തം നീളം വരുന്നത് അല്ലെ. ഇതിന്റെ മൊത്തം നീളം 1.5 മടങ്ങാണ് അല്ലെ. അപ്പൊ ഓരോന്നും 1.5 മടങ്ങാണ് നീളമായിട്ട് വരുന്നത്. അത് ആരുമായിട്ട് വരണം, ഈ വശങ്ങളുമായിട്ടും ഇതേപോലെ തന്നെയാണ് തെളിയിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം ഇതിനു വേണ്ടി ഈ ത്രികോണത്തെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് മാറ്റി വരച്ചു, അതിന് പേര് കൊടുത്തു അല്ലെ, എ ബി സി. ഇനി അകത്ത ത്രികോണത്തിന് എന്ത് പേരെടുത്തു, പി ക്യു ആർ. ഇതിനെ എന്ത് കൊടുത്തു, ഓ എന്ന് പേര്. അപ്പൊ ഞാൻ ഇതിന് ഈ ത്രികോണങ്ങളും ഈ ത്രികോണങ്ങളും ഈ ത്രികോണം ഒക്കെ വരുന്നുണ്ട് അല്ലെ, ഒരു ത്രികോണമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എല്ലാ ത്രികോണങ്ങൾക്കും ഒരേ നിയമങ്ങൾ തന്നെയാണ് കയറി വരുന്നത്. അപ്പൊ ഒരു ത്രികോണം എടുത്ത് തെളിയിച്ചു കഴിഞ്ഞാൽ മറ്റേ ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ടും പറയാൻ പറ്റും. അതുകൊണ്ട് ഈ ത്രികോണം നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു എടുക്കാൻ പോവാണ്. ഏത് ത്രികോണം, ത്രികോണം ആരൊക്കെയാണ്, പി ഒ ക്യു എന്ന ത്രികോണവും എ ഒ ബി എന്ന ത്രികോണവും ഞാൻ എന്ത് ചെയ്യാണ്, എടുക്കാൻ പോവാണ്. അതേപോലെ നമുക്ക് രണ്ട് ത്രികോണവും പറയാൻ പറ്റുന്നത് കൊണ്ട് ഒരു ത്രികോണം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജനറലി പറയാൻ പോവുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ട് ത്രികോണം, ഏത് ത്രികോണം, എ ഒ ബി എന്ന ത്രികോണവും പി ഒ ക്യു എന്ന ത്രികോണം എന്ത് ചെയ്തു, പരിഗണിച്ചു. അപ്പൊ ഈ രണ്ട് ത്രികോണവും സദൃശ്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് പരിപാടി കഴിഞ്ഞു.
അപ്പൊ അതിനുവേണ്ടി നമുക്ക് അറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മൊത്തം നീളം എന്ന് പറഞ്ഞ 1.5 മടങ്ങാണ് ഈ ചെറുതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ OA നീളം ഈ OP 1.5 മടങ്ങാണ്. അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെ? OA സമം 1/2 ഗുണിക്കണം OP എന്ന് പറയാം. ഇനി അപ്പൊ OB നീളം 1.5 മടങ്ങായിരിക്കും ആരുമായിട്ട് നോക്കുമ്പോ OQ യുമായി. അപ്പൊ എങ്ങനെ എഴുതാം? OB സമം 1/2 ഇൻറ്റു OQ എന്ന് പറയാം. പിന്നെ ആര് കൂടി നമുക്കറിയാം, ഈ കോൺ എന്നാണ് പൊതുകോണം കൂടിയാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും, ഏത് ത്രികോണം? AOB എന്ന ത്രികോണം POQ എന്തായി? സദൃശ്യമായി മാറി. കാരണം എന്താ? ഒരു പൊതുകോണും അല്ലെ അഥവാ ചേരുന്ന രണ്ട് വശങ്ങളും നമുക്കറിയാം അത് ഒരേ തോതിലാണെന്ന് മാറുന്നതും കിട്ടി. അങ്ങനെ ആയതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും എന്തായി? സദൃശ്യമാണെന്ന് പറയാൻ പറ്റി. എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം നമുക്ക്? ഇത് സദൃശ്യമായത് കൊണ്ട് ഇവിടെ ഈ വശങ്ങൾ ഒരേ തോതിലാണെങ്കിൽ, നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ ആ റിസൾട്ട് പറഞ്ഞിരുന്നു അല്ലെ, ഒരേ തോതിലാണെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ വശവും ഇതിന്റെ അതേ തോതിലായിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ AB നീളം അല്ലെ 1.5 മടങ്ങായിരിക്കും ആര് വരിക? PQ നീളം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് ത്രികോണം POQ ത്രികോണം AOB രണ്ട് വശങ്ങളുടെയും മാറ്റം ഒരേ തോതിലായതിനാൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലായിരിക്കും. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AB സമം 1/2 ഇൻറ്റു PQ എന്ന് പറയാൻ പറ്റി. അപ്പൊ നമ്മൾ ഇത് സദൃശ്യമാണെന്ന് പറയാൻ പറ്റി. സദൃശ്യമായത് കൊണ്ട് ഈ വശങ്ങളുടെ തോത് ഒരേ തോതിലായത് കൊണ്ട് മൂന്നാമത്തെ വശവും എന്തായിരിക്കും? ഒരേ തോതിലാണ്. അപ്പൊ ഇവിടെ എത്രയാണ്? 1/2 മടങ്ങായത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? AB നീളവും അല്ലെ PQ 1/2 മടങ്ങാണ്. ഇനി ഇതേപോലെ നമുക്ക് പറഞ്ഞൂടെ ഈ ത്രികോണം ഉപയോഗിച്ച് അല്ലെ എന്താണ്? BC നീളം അല്ലെ QR എന്താണ്? 1/2 മടങ്ങാണെന്ന് പറയാം. അതേപോലെ AC നീളവും അല്ലെ PR 1/2 മടങ്ങാണെന്ന് പറയാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പോലെ തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞാൽ മതി? ഇതുപോലെ എന്ത് പറയാം? അല്ലെ BC സമം 1/2 QR ആണ്. അതേപോലെ എന്ത് പറയാ? AC നീളം 1/2 PR എന്ന് പറയാൻ പറ്റി. അപ്പൊ നമ്മൾ പറഞ്ഞ് തെളിയിച്ചു കഴിഞ്ഞില്ലേ അല്ലെ? അതായത് വലിയ ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം ആദ്യത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ 1.5 മടങ്ങാണെന്ന് പറയാൻ പറ്റി അല്ലെ? ഇതിന്റെ 1.5 മടങ്ങാണ്. PQ 1.5 മടങ്ങ് ഇവിടെ വരുന്നുണ്ട്. QR 1.5 മടങ്ങാണ് ഇത് കിട്ടിയത്. PR 1.5 മടങ്ങായിട്ടാണ് വന്നത്. അപ്പൊ ചെറിയ ത്രികോണത്തിൽ അല്ലെ 1.5 മടങ്ങായിട്ടാണ് വലിയ ത്രികോണം ആയി വന്നത്. ക്ലിയർ ആയല്ലോ? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെയാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ? ഒരു ചതുർഭുജത്തിനകത്ത് ഒരു ബിന്ദുവും ചതുർഭുജത്തിന്റെ മൂലകളും യോജിപ്പിക്കുന്ന വരകൾ ഒരേ തോതിൽ പുറത്തേക്ക് നീട്ടിയിരിക്കുന്നു. ഈ വരകളുടെ അറ്റങ്ങൾ യോജിപ്പിച്ച് മറ്റൊരു ചതുർഭുജം ഉണ്ടായിരിക്കുന്നു. അപ്പൊ എന്താണത്? ചതുർഭുജത്തിനകത്ത് ഒരു ബിന്ദു അല്ലെ അതിന് നീട്ടി ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇങ്ങോട്ടൊക്കെ നീട്ടി വരച്ചിട്ടുണ്ട്. പിന്നെ എന്താണത്? ഇവര് ഒരേ തോതിലാണ് നീട്ടിയിട്ടില്ലേ? ഒരേ തോതിൽ പുറത്തേക്ക് നീട്ടി. അപ്പൊ ഒരേ തോതിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി. അപ്പൊ ഒരേ നീളമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. മറ്റേതെന്തായിരുന്നു? 1.5 മടങ്ങായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ എന്തുള്ളൂ? ഒരേ തോതിലാണെന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ വലിയ ചതുർഭുജത്തിന്റെ വശങ്ങൾ ചെറിയ ചതുർഭുജത്തിന്റെ വശങ്ങളെ ഒരേ തോതിൽ വലുതാകുന്നത് തെളിയിക്കാൻ. അപ്പൊ ഒരേ തോതിൽ വലുതാകുന്നത് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 4 ആണെങ്കിൽ ഇവിടെ ഇല്ല, ഇവിടെ A കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും? ഒരു KA എന്ന് എടുത്താൽ മതി അല്ലെ? ആ തോത് കൊണ്ട് അതേ നീളത്തിൽ കിട്ടിയാൽ മതി. പിന്നെ എന്താണ്? ചതുർഭുജങ്ങളുടെ ഓരോ കോണുകളും തുല്യമാണെന്ന് തെളിയിക്കാനാണ്. അത് ഇവിടെ ഉണ്ടാകുന്ന കോണും ഇവിടെ ഉണ്ടാകുന്ന കോണും തുല്യമാണെന്നും ഇവിടെ ഉണ്ടാകുന്ന കോണും ഇവിടെ ഉണ്ടാകുന്ന കോണും തുല്യമാണെന്നും ഇവിടെ ഉണ്ടാകുന്ന കോണും ഇവിടെ ഉണ്ടാകുന്ന കോണും തുല്യമാണെന്നും ഇവിടെ ഉണ്ടാകുന്ന കോണും ഇവിടെ ഉണ്ടാകുന്ന കോണും എന്താണ്? തുല്യമാണെന്ന് തെളിയിക്കാനാ പറഞ്ഞത്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഇത് ഇങ്ങോട്ട് മാറ്റി വരച്ചു. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് തെളിയിക്കാൻ പോകുന്നത്. അപ്പൊ വലിയ ചതുർഭുജ വശങ്ങൾ ചെറിയ ചതുർഭുജ വശങ്ങൾക്ക് ഒരേ തോതിലാണെന്ന് തെളിയിക്കാൻ. അപ്പൊ ഒരേ വശങ്ങൾ ഒരേ തോതിലാണ്. അപ്പൊ ഞാൻ ഇവിടെ പേര് കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? അകത്തതിന് ABCD എന്ന് പേര് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? പുറത്തുനിന്ന് PQRS കൊടുത്തു. ഇതിന് O എന്നും പേര് കൊടുത്തു.
അപ്പൊ ഇതിന്റെ അതേ നിയമം തന്നെയാണ് ഇവിടെയും വരിക അല്ലെ. ഇവിടെ ഒരു ചെറിയൊരു ത്രികോണം കിട്ടിയിട്ടുണ്ട് അല്ലെ, രണ്ട് ത്രികോണം. ഇവിടെ അതേപോലെ ത്രികോണം കിട്ടിയിരിക്കുന്നു, ഇവിടെ അതേപോലെ ചെറിയ ത്രികോണം കിട്ടിയിരിക്കുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്ന് പറഞ്ഞ് നമുക്ക് ബാക്കി മൂന്നെണ്ണം ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ ത്രികോണത്തെ ചെയ്തപ്പോൾ തന്നെ ഇവിടെ ചതുർഭുജമായി എന്നുള്ളൂ. ഇവിടെ ഏതാണ് ത്രികോണങ്ങൾ വരുന്നത്? AOB എന്ന ത്രികോണവും POQ എന്ന ത്രികോണവും ഉണ്ട്. അതങ്ങോട്ട് മാറ്റി പരിഗണിച്ചു. ഇവിടെ നോക്കുക അല്ലെ, OP-യുടെ നീളം അല്ലെ ഇതേപോലെ അല്ലെ ഒരേ തോതിലാണ്. എത്ര തോത് എന്ന് പറഞ്ഞിട്ടില്ല. മറ്റത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു നമ്മൾ ത്രികോണം ആകുമ്പോൾ 1/2 എന്ന് പറഞ്ഞു. ഇവിടെ എത്ര തോത് എന്ന് പറയാത്തത് കൊണ്ട് ഞാൻ ഒരു K എന്ന പേര് കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മറ്റത് OP സമം എന്താക്കി ഞാൻ K ഗുണിക്കണം. K എന്ന് പറഞ്ഞാൽ എത്രയോ ഒരു തോത് കൊണ്ട് ഗുണിച്ചിട്ടാണ് നമുക്ക് ആര് കിട്ടുന്നത് അല്ലെ, Kന്റെ കൊണ്ട് എന്ന നീളത്തിനെ ഗുണിച്ചിട്ടാണ് OP എന്ന നീളം കിട്ടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ 1.5 മടങ്ങായിട്ടാണ് ഈ OP-യുടെ നീളം. ഇവിടെ എത്ര പറഞ്ഞിട്ടില്ല, എത്രയോ ഒരേ തോതിലാണ് ഗുണിച്ചിട്ടുള്ളത് എന്നാണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ തോതിനെ എന്താക്കിയെടുത്തു, K ആക്കിയെടുത്തു. അപ്പൊ OP-യുടെ നീളം എന്താക്കി എടുക്കുക, K × O ആക്കി. ഇവിടെ നേരത്തെ K എന്തായിരുന്നു, 1/2 ആയിരുന്നു എന്ന് മാത്രം. ഇനി അതേപോലെ നമുക്ക് OQ-നെയും പറഞ്ഞൂടെ. OQ സമം എങ്ങനെ പറയാം, നമുക്ക് K ഗുണിക്കണം OB എന്ന് പറയാം അല്ലെ. ഇതിന്റെ എത്രയോ മടങ്ങാണ്. നേരത്തെ 1/2 ആയിരുന്നു Kക്ക് പകരം, ഇവിടെ K മാത്രം ഇട്ടുന്നുള്ളൂ. അപ്പൊ ഇവിടെ പൊതുവായി പറഞ്ഞുള്ളൂ, മറ്റൊരു എക്സാമ്പിൾ ആയി പറഞ്ഞു 1/2 എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഈ O എന്ന് പറഞ്ഞാൽ പൊതുകോണാണ് ഈ രണ്ട് ത്രികോണത്തിന്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും എന്തായി മാറി, സദൃശ്യമാണ് അല്ലെ. ഇവിടെ ഈ തോത് ഒരേ തോതിലാണ് ഇത് രണ്ടും പോകുന്നത്. അവ ചേരുന്ന കോണും പൊതുകോണാണ്. അതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും എന്തായി മാറി, സദൃശ്യമായി മാറി. അങ്ങനെയാണെങ്കിൽ PQ-യുടെ നീളം എന്ന് പറഞ്ഞാൽ K × AB എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, നേരത്തെ ഇതേപോലെ തന്നെ. അതായത് ത്രികോണം POQ-യുടെയും ത്രികോണം AOB-യുടെയും രണ്ട് വശങ്ങളുടെ മാറ്റം അല്ലെ ഒരേ തോതിലായിരുന്നാൽ ഈ ത്രികോണങ്ങളുടെ മൂന്നാമത്തെ വശങ്ങളുടെയും മാറ്റം ഒരേ തോതിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ, PQ സമം എങ്ങനെ എഴുതാം, K × AB ആക്കി പറയാം. അപ്പൊ PQ-യുടെ നീളം അല്ലെ എന്ന് പറഞ്ഞാൽ തോത് ഗുണിക്കണം AB-യുടെ നീളമായിട്ട് കാണാം. നമുക്ക് ഒന്നുകൂടി ഇത് മാറ്റി എഴുതാണെങ്കിൽ എങ്ങനെ എഴുതാ അല്ലെ, PQ സമം K × AB എന്ന രീതി പറഞ്ഞു. അപ്പൊ ഇതുപോലെ നമുക്ക് മറ്റു കാര്യങ്ങളും പറഞ്ഞൂടെ ഇതേപോലെ അല്ലെ. QR എന്ന് പറഞ്ഞാൽ K × BC എന്ന് പറയാം. ഇനി SR എന്ന് പറഞ്ഞാൽ K × DC എന്ന് പറയാം. ഇനി PS അല്ലെങ്കിൽ SP എന്ന് പറഞ്ഞാൽ K × DA എന്നും പറയാം. അതാണ് എഴുതി വെച്ച് കഴിഞ്ഞത്. ശരിയായില്ലേ? അപ്പൊ എങ്ങനെ പറയാം, QR എന്ന് പറഞ്ഞാൽ K × BC എന്ന് പറയാം. അതേപോലെ SR എന്ന് പറഞ്ഞാൽ K × DC എന്ന് പറയാം. അടുത്ത് PS എന്ന് പറഞ്ഞാൽ K × AD എന്ന് പറയാൻ പറ്റും. അപ്പൊ എല്ലാതും ഒരേ തോതിലാണെന്ന് കിട്ടി. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റി നമുക്ക്, ഈ വലിയ ചതുർഭുജത്തിന്റെ വശങ്ങൾ ചെറിയ ചതുർഭുജ വശങ്ങള് ഒരേ തോതിലാണ് വലുതാകുന്നത് അല്ലെ. അപ്പൊ ഓരോന്നും ഒരേ തോതിലാണ് ഇങ്ങോട്ട് നീങ്ങി പോകുന്നത്, ഒരേ തോതിലാണെന്ന് നമുക്ക് കണ്ടെത്തി. ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി ഇതിൽ സബ് ക്വസ്റ്റ്യൻ. എന്താണ് സബ് ക്വസ്റ്റ്യൻ? ചതുർഭുജങ്ങളുടെ ഒരേ കോണുകളാണെന്ന് തെളിയിക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ കോണും തുല്യമാണ് തെളിയിച്ചാൽ മതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്, ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ്, സദൃശ്യമാണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയി ഉണ്ടാകുന്ന കോണുകളും എന്തായിരിക്കും, തുല്യമാണെന്ന് പറയാൻ പറ്റും അല്ലെ. ഇത് രണ്ടും തുല്യമാണ്. അല്ലാതെ ഇത് നമ്മൾ തെളിയിക്കാൻ പോവാണ്. ഞാൻ ചെയ്തു, ഇവിടെ ഉണ്ടാകുന്ന കോൺ എന്തെടുത്തു, A എന്ന് പേര്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോണും എന്തായിരിക്കും, A ആയിരിക്കും. കാരണം എന്താ, സദൃശ്യമായതുകൊണ്ട് ഈ രണ്ട് കോണും തുല്യമായിരിക്കും. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു B എന്ന് പേര് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും, B ആവും. ഇവിടെ ഒരു C എന്ന് പേര് കൊടുത്താൽ ഓട്ടോമാറ്റിക് ഇവിടെ എന്താവും, കോണാണ് C ആവും. ഇവിടെ D എന്ന് പേര് കൊടുത്താൽ ഓട്ടോമാറ്റിക് ഇവിടെ എന്താവും, D ആവും. ഇവിടെ ഉണ്ടാവുന്ന കോണ് ഞാൻ E എന്ന് പേര് കൊടുത്താൽ ഇവിടെ എന്താവും, E ആവും. അതേപോലെ ഇവിടെ ഞാൻ F എന്ന് പേര് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്താവും, F ആവും.
ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? ജി എന്ന് കൊടുത്താൽ ഇവിടെ എന്താവും? ജി ആവും. ഇവിടെ ഞാൻ എച്ച് എന്ന് പേര് കൊടുത്താൽ ഇവിടെ എന്താവും? എച്ച് ആവും. അപ്പൊ കോൺ എ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ കൂട്ടേണ്ടി വരും? എയും എച്ചുമായി കൂട്ടേണ്ടി വരും. കോൺ പി എന്ന് പറഞ്ഞാൽ എയും എച്ചുമായും കൂട്ടേണ്ടി വരും അല്ലെ? അപ്പൊ രണ്ടും തുല്യല്ലേ വന്നത്? അപ്പൊ കോൺ എ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ കൂട്ടണം? എയും എച്ചുമായി കൂട്ടണം. അങ്ങനെയാണെങ്കിൽ കോൺ പി ആരുമായിട്ട് കൂട്ടണം? എയും എച്ചും. എന്ന് പറഞ്ഞാൽ കോൺ എയും കോൺ പിയും തമ്മിൽ എന്തായി? തുല്യമായി. ഇനി അതേപോലെ കോൺ ബി എടുത്തു അല്ലെ? അപ്പൊ ഈ വശം തുല്യമായി. ഇതേപോലെ ഓരോന്നും നോക്കുക. കോൺ ബി എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ കൂട്ടണം? ബിയും സിയും തമ്മിൽ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ കോൺ ക്യൂ ആരുമായിട്ട് കൂട്ടണം? ബിയും സിയുമായി കൂട്ടണം. എന്ന് പറഞ്ഞാൽ കോൺ ബിയും കോൺ ക്യൂവും തമ്മിൽ എന്തായി? തുല്യമായി. ഇനി കോൺ സി എടുത്തു. കോൺ സി ആരുമായിട്ട് കൂട്ടണം? ഇയും ഡിയുമായി കൂട്ടണം. അങ്ങനെയാണെങ്കിൽ കോൺ ആർ ആരുമായിട്ട് കൂട്ടണം? ഇയും ഡിയുമായി കൂട്ടണം. എന്ന് പറഞ്ഞാൽ കോൺ സിയും കോൺ ആറും എന്തായി? തുല്യമാണ്. ഇനി അടുത്ത ആരേ ഉള്ളൂ? കോൺ ഡി ആണ്. കോൺ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിൽ കൂട്ടണം? എഫും ജിയുമായി കൂട്ടണം. കോൺ എസ് എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് കൂട്ടണം? അല്ലെ? എഫും ആരുമായിട്ട് കൂട്ടണം? ജിയുമായി കൂട്ടണം. എന്ന് പറഞ്ഞാൽ കോൺ ഡിയും കോൺ എസുമായി തുല്യമായി മാറും. അപ്പൊ കോണുകളെല്ലാം തുല്യമാണ്. അതല്ലേ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ? തെളിയിക്കാം. അപ്പൊ എന്ത് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് പറയാം? കോൺ എയും കോൺ പിയും തമ്മിൽ എന്താണ്? തുല്യമാണ്. കോൺ ബിയും കോൺ ക്യൂവും തമ്മിൽ എന്താണ്? തുല്യാണ്. കോൺ സിയും കോൺ ആറുമായിട്ട് എന്താണ്? തുല്യാണ്. കോൺ ഡിയും കോൺ എസുമായി തുല്യാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ രണ്ട് ചതുർഭുജങ്ങളുടെയും ഒരേ കോണുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി. അതിനോടൊപ്പം സദൃശ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററും കംപ്ലീറ്റ് ആയി.